മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ നടിയാണ് യമുന റാണി. മിഡ് സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങാൻ സാധിച്ച താരത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അക്കൂട്ടത്തിൽ മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്ത. ഇപ്പോൾ വളരെ യാദൃച്ഛികമായി യമുന തൻ്റെ മൂത്ത മകളെ എയർപോർട്ടിലാക്കാൻ വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മറുപടിയും നൽകുന്നുണ്ട്. ഞാൻ എൻ്റെ മകളെ ആക്കാൻ വന്നതാണ്. അവൾ ജോർജിയയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നു. അവിടെ പഠിക്കുകയാണ്, MBBS പഠിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും വർഷമായി. ഇപ്പോൾ അവൾ വെക്കേഷന് വന്നിട്ട് തിരികെ പോവുകയാണ്. അതുകൊണ്ട് കൊണ്ടാക്കാൻ വന്നതാണ്. ഇതാണ് യമുന റാണി പറയുന്നത്. യമുനയുടെ ആഗ്രഹങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നതൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. ബിഗ് ബോസിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയായിരുന്നു യമുന. അതുകൊണ്ട് തന്നെ യമുനയും വളരെയധികം പ്രേക്ഷകർ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയായിരുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു താരം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രേക്ഷകരുടെ വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും ഒക്കെ വളരെ ലഭിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് യമുന. യമുനയുടെ വാർത്തകൾ ഇതിനു മുൻപും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയൊരു താരം കൂടിയായിരുന്നു എന്ന് തന്നെ പറയണം. ആദ്യ വിവാഹം തകർന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്ന സമയം ഏറ്റവും കൂടുതൽ തന്നെ പിന്തുണച്ചത് തൻ്റെ മക്കളാണ് എന്ന് യമുന പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ വിവാഹം തകർന്നാൽ മറ്റൊന്നിലേക്ക് കടക്കുക എന്നത്, പുതിയൊരാളെ ജീവിതത്തിലേക്ക് കൂട്ടുക എന്നതും സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായ ഒന്ന് തന്നെയാണ്. മക്കളുള്ള സ്ത്രീകളെങ്കിൽ കൂടുതൽ പ്രതിസന്ധികളും കുത്തുവാക്കുകളും എല്ലാം സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരും. അപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയായി നടി യമുന റാണി അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകുന്നതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ തന്നെയും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറെ നാൾ ആലോചിച്ച ശേഷമാണ് 5 വർഷം മുൻപ് യമുന വീണ്ടും വിവാഹിതയായത്. അമേരിക്കയിൽ സൈക്കോ തെറാപ്പിസ്റ്റായ ദേവനാണ് യമുനയെ വിവാഹം ചെയ്തത്. 2 പെൺകുട്ടികളല്ല നിനക്ക്, എന്തിന് വേറെ വിവാഹം കഴിച്ചു എന്നാണ് പലരും വിവാഹ വാർത്തയറിഞ്ഞ് ആദ്യം ചോദിച്ചെത്തിയത്. എന്നാൽ 2 പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇതാണ് യമുനയുടെയും ചോദ്യം. എന്നെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ വളരെ ഭംഗിയായി ജീവിക്കുകയല്ലേ. മക്കൾ യമുനയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യമുന തുറന്നു പറയുന്ന ഒരു കാര്യം. അതുതന്നെയായിരുന്നു യമുനയ്ക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഏറ്റവും വലിയ ധൈര്യവും പ്രചോദനവും എല്ലാം. തങ്ങൾ സെറ്റിൽഡായി കഴിയുമ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോകരുതെന്ന നിർബന്ധം ആ മക്കൾക്കുണ്ടായിരുന്നു. മക്കളുടെ നിർബന്ധപ്രകാരം എടുത്ത തീരുമാനമാണ് 2ാം വിവാഹമെന്ന് നടി തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ദേവനുമൊത്തുള്ള ദാമ്പത്യം 5ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് യമുന. 2020 ഡിസംബർ 7 കൊല്ലൂരിൽ മൂകാംബിക ക്ഷേത്രത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. ഇവരുടെ ബന്ധം നീളില്ല എന്ന് പലരും പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൈവിട്ടില്ല. ഹൃദയം കൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് നടന്നു. എല്ലാ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുമുണ്ട്. എന്നാൽ അത് പിരിയാനോ ഇട്ടിട്ട് പോകാനോ ഉള്ള കാരണമല്ല. കാരണം രണ്ടുപേരും അത്രത്തോളമാണ് പരസ്പരം സ്നേഹിക്കുന്നത്, പരസ്പരം വിശ്വസിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെക്കുറിച്ച് പല തെറ്റായ വാർത്തകളും ഇടയ്ക്കിടയ്ക്ക് പരന്നിരുന്നു. പിരിഞ്ഞു വന്ന വാർത്തകൾ പോലും ഉണ്ടായിരുന്നു. പക്ഷെ സത്യം അതൊന്നുമല്ല. ഞങ്ങൾ കേട്ടിട്ട് മിണ്ടാതിരുന്നു. ഇതിനൊക്കെ തന്നെ മറുപടി തരാൻ നിന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം. പക്ഷെ സത്യം അറിയുന്ന ആൾ മനസ്സിനെ സമാധാനത്തിൽ ചിരി മങ്ങാതെ നിൽക്കും. അതെല്ലാം കടന്നുപോയി. ഞങ്ങളുടെ കുടുംബം അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഞങ്ങൾ 2 പേരും 3 പെൺമക്കളുമാണ്. അവിടെ ഞങ്ങളുടെ ശക്തിയും ധൈര്യവുമാണ്. പരസ്പരം ബഹുമാനിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു വീടാണ് ഞങ്ങളുടേതെന്ന് യമുന പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.